ഞാനിന്നിവിടെ ഫിഷ് പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫിഷ് നല്ലതുപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് റെഡിയാക്കി ഇതുപോലെ എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. മീഡിയം സൈസ് വെളുത്തുള്ളി നമുക്കിതിലോട്ടിടാം. ചെറിയ ഉള്ളി 10 എണ്ണം അതും ഇതിലോട്ടിടാം. 4 പച്ചമുളക് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുത്തിയെടുക്കാം. ഇതിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിന് വാളംപുളിയും കൂടെ ഇടാം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലോട്ടൊരല്പം മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കുത്തിയെടുക്കുക. ഇതുപോലെ ഇടിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കുത്തിയെടുത്ത മസാല നമുക്കൊരു പാനിലോട്ട് മാറ്റി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഫിഷിലോട്ട് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. 2 വശത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതിന് 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വാട്ടിയെടുത്ത വാഴയിലയുടെ മുകളിൽ നമ്മൾ മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മീൻ വീതം എടുത്ത് വെച്ച് ഫിഷ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാല പുരട്ടുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസ് തക്കാളിയും അല്പം മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസ് സവാളയും കൂടെ വയ്ക്കാം. ഇനി മസാല നിറച്ച ഭാഗത്ത് അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഇലയിൽ വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കുക. അങ്ങനെ നാടൻ രീതിയിൽ ഫിഷ് പൊള്ളിക്കൽ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഇരുവശത്തും ഓരോ നൂല് കൊണ്ട് നമുക്ക് കെട്ടി റെഡിയാക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഫിഷും നമ്മൾ റെഡിയായി കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഫിഷ് വീതം ഇതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷെല്ലാം നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ ഫിഷ് പൊള്ളിക്കൽ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഗൈസ്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിലോട്ട് അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നോക്കിയാൽ ഗൈസ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടവും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.